ശാന്തി 18/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ മേൽ സ്വയം ദയ കാണിക്കൂ. ബാബ ഏതൊരു ശ്രീമത്ത് നൽകുന്നു അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ബാബയുടെ ശ്രീമത്താണ്, കുട്ടികളെ ടൈം വേസ്റ്റ് ചെയ്യരുത്, നേരായ കാര്യം ചെയ്യൂ. ചോദ്യം: ആരാണോ ഭാഗ്യശാലികളായ കുട്ടികൾ, അവരുടെ മുഖ്യ ധാരണ ഏതായിരിക്കും? ഉത്തരം: ഭാഗ്യശാലികളായ കുട്ടികൾ അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കും, ബാബയുമായി മധുരമധുരമായി സംസാരിക്കും. ഒരിക്കലും തൻ്റെ മേൽ നിർദയത്വം കാണിക്കില്ല. അവർ പാസ് വിത്ത് ഓണർ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്ത് സ്വയം തന്നെ രാജപദവിക്ക് യോഗ്യരാക്കി മാറ്റും. ഓം ശാന്തി. കുട്ടികൾ ബാബയുടെ മുന്നിലിരിക്കുമ്പോൾ ഇത് അറിയുന്നുണ്ട്, നമ്മുടെ പരിധിയില്ലാത്ത ബാബയാണ് നമുക്ക് പരിധിയില്ലാത്ത സുഖം നൽകുന്നതിന് വേണ്ടി ശ്രീമത് തന്നുകൊണ്ടിരിക്കുന്നു. ആ ഒന്നിനെക്കുറിച്ച് പാടുന്നത് തന്നെ ദയാഹൃദയൻ ലിബറേറ്റർ എന്നാണ്. വളരെയധികം മഹിമ ചെയ്യുന്നു. ബാബ പറയുന്നു, മഹിമയുടെ മാത്രം കാര്യമല്ല, പിതാവിൻ്റെ കടമയാണ് കുട്ടികൾക്ക് മതം നൽകുക എന്നത്. പരിധിയില്ലാത്ത പിതാവും മതം നൽകുന്നു. ഉയർന്നതിലും ഉയർന്ന പിതാവാണ്. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൻ്റെ മതവും ഉയർന്നതിലും ഉയർന്നതായിരിക്കും. മതം സ്വീകരിക്കുന്നത് ആത്മാവാണ്. നല്ലതോ മോശമോ ആയ കാര്യം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ഈ സമയം ലോകത്തിന് ലഭിക്കുന്നത് രാവണന്റെ മതമാണ്. കുട്ടികളായ നിങ്ങൾക്ക് ലഭിക്കുന്നത് രാമന്റെ മതമാണ്. രാവണന്റെ മതത്തിലൂടെ നിർദ്ദയരായി തലകീഴായ കാര്യം ചെയ്യുന്നു. ബാബ മതം നൽകുന്നു, നേരായതും നല്ലതുമായ കാര്യം ചെയ്യൂ. ഏറ്റവും നല്ല കാര്യമാണ് തൻ്റെ മേൽ ദയവ കാണിക്കുക എന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ സദോ പ്രധാനമായിരുന്നു, വളരെയധികം സുഖമുള്ളവരായിരുന്നു. പിന്നെ രാവണന്റെ മതം ലഭിച്ചപ്പോൾ നിങ്ങൾ തമോ പ്രധാനമായി. ഇപ്പോൾ വീണ്ടും ബാബ മതം നൽകുന്നു. ഒന്നാമതായി ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ഇപ്പോൾ തൻ്റെ മേൽ ദയവ് കാണിക്കൂ. ഈ മതം നൽകുന്നു. ബാബ ദയവ് കാണിക്കുന്നില്ല. ബാബയാകട്ടെ ശ്രീമത്ത് നൽകുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യൂ. തൻ്റെ മേൽ സ്വയം ദയവ് കാണിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ പതീത പാവനായ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ബാബ നിർദ്ദേശങ്ങൾ നൽകുന്നു, നിങ്ങൾ എങ്ങനെ പാവനമായി മാറും എന്ന്. ബാബയാണ് പതീതരെ പാവനമാക്കുന്നയാൾ. ആ ഒന്ന് ശ്രീമത്ത് നൽകുന്നു. അഥവാ ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ തൻ്റെ മേൽ നിർദ്ദയത്വം ഉണ്ടാകുന്നു. ബാബ ശ്രീമത്ത് നൽകുന്നു, കുട്ടികളെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ പാഠം ഉറപ്പിക്കൂ, ഞാൻ ആത്മാവാണ്. ശരീര നിർവഹാർത്ഥം തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. എങ്കിലും സമയം കണ്ടെത്തി യുക്തികൾ രചിക്കൂ. കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മാവിൻ്റെ ബുദ്ധി ബാബയുടെ നേർക്ക് ഉണ്ടായിരിക്കണം. ഏതുപോലെ പ്രിയതമയും പ്രിയതമനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. രണ്ടുപേരും അന്യോന്യം പ്രണയിതാക്കൾ ആകുന്നു. ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഭക്തി മാർഗത്തിലും ഓർമ്മിക്കുന്നു. ചിലർ പറയുന്നു, എങ്ങനെ ഓർമ്മിക്കും? ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും രൂപം എന്താണ് ഓർമ്മിക്കുന്നതിന് വേണ്ടി? കാരണം ഭക്തി മാർഗത്തിൽ പാടപ്പെടുന്നത് പരമാത്മാവ് നാമരൂപത്തിൽ നിന്നും വേറിട്ടവനാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല. പറയുന്നുമുണ്ട്, ഭൃഗുടിയുടെ മധ്യത്തിൽ നക്ഷത്ര സമാനമായ ആത്മാവുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് എന്താണെന്ന്? അതിനെ കാണുവാൻ സാധിക്കില്ല. അതാകട്ടെ അറിയുവാനുള്ള വസ്തുവാണ്. ആത്മാവിനെ അറിയാൻ കഴിയുന്നു, പരമാത്മാവിനെയും അറിയാൻ കഴിയുന്നു. അത് അതിസൂക്ഷ്മമായ വസ്തുവാണ്. ഫയർഫ്ലൈയേക്കാൾ, അതായത് മിന്നാമിനുങ്ങിനേക്കാൾ സൂക്ഷ്മമാണ്. ശരീരത്തിൽ നിന്നും
എങ്ങനെയാണ് പുറത്തു പോകുന്നത് അറിയാൻ പോലും കഴിയുന്നില്ല. ആത്മാവുണ്ട്, സാക്ഷാത്കാരമുണ്ടാകുന്നു. ആത്മാവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായാൽ തന്നെ പിന്നെ എന്താണ്? അത് സ്റ്റാറിനെ പോലെ സൂക്ഷ്മമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഏതുപോലെ ആണോ ആത്മാവ്, അതുപോലെ പരമാത്മാവും സോളാണ്. പക്ഷെ പരമാത്മാവിനെ സുപ്രീം സോൾ എന്ന് പറയുന്നു. ആ ഒന്ന് ജനന മരണത്തിൽ വരുന്നില്ല. ആത്മാവിനെ സുപ്രീം എന്ന് പറയുന്നത് ജനന മരണരഹിതൻ ആയതിനാലാണ്. ബാക്കി മുക്തിധാമത്തിലാണെങ്കിൽ സർവർക്കും പവിത്രമായി പോകേണ്ടതുണ്ട്. അതിലും നമ്പർ വാറാണ്. ചിലരുടേത് ഹീറോയിൻ്റെ പാർട്ടാണ്. ആത്മാക്കൾ നമ്പർ വാറാണല്ലോ. നാടകത്തിലും ചിലർ വളരെയധികം വേതനമുള്ളവരായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ലക്ഷ്മി നാരായണന്മാരുടെ ആത്മാവിന് മനുഷ്യ ആത്മാക്കളിൽ വച്ച് സുപ്രീം എന്ന് പറയും. എല്ലാവരും പവിത്രമാകുന്നു എങ്കിലും പാർട്ട് നമ്പർ വാറാണ്. ചിലർ മഹാരാജാവ്, ചിലർ ദാസി, ചിലർ പ്രജ. നിങ്ങൾ ആക്ടേഴ്സാണ്. അറിയുന്നുണ്ട്, ഇത്രയും ദേവതമാർ എല്ലാവരും നമ്പർ വാറാണ്. നല്ല പുരുഷാർത്ഥം ചെയ്യുമെങ്കിൽ ഉയർന്ന ആത്മാവാകും, ഉയർന്ന പദവിയും നേടും. നിങ്ങൾക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. നമ്മൾ 84 ജന്മങ്ങൾ എങ്ങനെ എടുത്തു? ഇപ്പോൾ ബാബയുടെ അടുക്കൽ പോകേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഈ സന്തോഷവുമുണ്ട്, ലഹരിയുമുണ്ട്. എല്ലാവരും പറയുന്നു നമ്മൾ നരനിൽ നിന്നും നാരായണനും വിശ്വത്തിൻ്റെ അധികാരിയുമാകും. എങ്കിൽ പിന്നെ അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. പുരുഷാർത്ഥം അനുസരിച്ചാണ് നമ്പർ വാർ പദവി നേടുന്നത്. സർവർക്കും നമ്പർ അനുസരിച്ചാണ് പാർട്ട് ലഭിച്ചിട്ടുള്ളത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട നാടകമാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. ഏത് വിധിനെയും ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. പാപങ്ങളുടെ ഭാരം ശിരസിൽ വളരെയധികമുണ്ട്. അതിനെ ഏത് വിധേനയും ഇവിടെ ഇല്ലാതാക്കണം. അപ്പോൾ ആത്മാവ് പവിത്രമാകും. തമോ പ്രധാനവും നിങ്ങൾ ആത്മാവ് ആയിരിക്കുന്നു. അപ്പോൾ സദോ പ്രധാനവും ആത്മാവിന് ആകേണ്ടതുണ്ട്. ഈ സമയം കൂടുതൽ ഇൻസോൾവെന്റ് ആയിരിക്കുന്നത് ഭാരതമാണ്. ഈ കളി തന്നെ ഭാരതത്തിലാണ്. ബാക്കി അവരാണെങ്കിൽ കേവലം ധർമ്മം സ്ഥാപിക്കുവാനാണ് വരുന്നത്. പുനർജന്മം എടുത്തെടുത്ത് അന്തിമത്തിൽ എല്ലാവരും തമോ പ്രധാനമാകുന്നു. നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. അറിയുന്നുണ്ട്, ഭാരതം വളരെ ഉയർന്ന ദേശമായിരുന്നു. ഇപ്പോൾ എത്ര ദരിദ്രമാണ്. ദരിദ്രരെ തന്നെയാണ് എല്ലാവരും സഹായിക്കുന്നത്. ഓരോ കാര്യത്തിൻ്റെയും ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് വളരെയധികം ധാന്യങ്ങൾ ഇവിടെ നിന്നും പോകുമായിരുന്നു. ഇപ്പോൾ ദരിദ്രമായിരിക്കുന്നു. അതിനാൽ പിന്നെ റിട്ടേൺ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ കൊണ്ടുപോയത് അത് വായ്പയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണനും ക്രിസ്ത്യനും രാശി ഒന്ന് തന്നെയാണ്. ക്രിസ്ത്യൻസ് തന്നെയാണ് ഭാരതത്തെ വിഴുങ്ങിക്കളഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഡ്രാമ അനുസരിച്ച് അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു. വെണ്ണ നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നു. ശ്രീകൃഷ്ണന്റെ വായിൽ വെണ്ണ ഉണ്ടായിരുന്നു എന്നല്ല, ഇത് ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. മുഴുവൻ ലോകവും ശ്രീകൃഷ്ണന്റെ കൈകളിൽ വരുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ ഓരോ ചുവടിലും പദമങ്ങളുണ്ട്. കേവലം ഒരു ലക്ഷ്മി നാരായണന്റെ രാജ്യമല്ല ഉണ്ടായിരുന്നത്, ഡിനാസ്റ്റി ഉണ്ടായിരുന്നുവല്ലോ. യഥാ രാജാ റാണി തഥാ പ്രജ, എല്ലാവരുടെയും പാദത്തിൽ പദം ഉണ്ടായിരിക്കും. അവിടെയാകട്ടെ അളവറ്റ ധനം ഉണ്ടായിരിക്കും. ധനത്തിനു വേണ്ടി ഏതെങ്കിലും പാപമോ മറ്റോ ചെയ്യുന്നില്ല. അളവറ്റ ധനം ഉണ്ടായിരിക്കുന്നു. അലാവുദ്ദീന്റെ കളി കാണിക്കുന്നുണ്ടല്ലോ. അള്ളാഹു അലാവുദ്ദീൻ എന്നാൽ ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു.
സെക്കൻഡിൽ ജീവൻ മുക്തി നൽകുന്നു. സെക്കൻഡിൽ സാക്ഷാത്കാരമുണ്ടാകുന്നു. കാരുണ്യന്റെ ഖജനാവ് കാണിക്കുന്നു. മീര ശ്രീകൃഷ്ണനുമായി സാക്ഷാത്കാരത്തിൽ ഡാൻസ് ചെയ്യുമായിരുന്നു. അതായിരുന്നു ഭക്തിമാർഗം. ഇവിടെ ഭക്തിമാർഗത്തിൻ്റെ കാര്യമില്ല. നിങ്ങളാണെങ്കിൽ വൈകുണ്ഠത്തിൽ പ്രാക്ടിക്കലിൽ പോയി രാജ്യഭാഗ്യം അനുഭവിക്കും. ഭക്തിമാർഗത്തിൽ കേവലം സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത്. ഈ സമയം നിങ്ങൾ കുട്ടികൾക്ക് എയിം ഓബ്ജക്റ്റിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നമ്മൾ ഇതായി മാറും എന്നറിയുന്നു. കുട്ടികൾ മറന്നു പോകുന്നു. അതിനാൽ ബാഡ്ജ് നൽകപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളായിരിക്കുന്നു. എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണെങ്കിൽ ഓരോ നിമിഷവും ഉറപ്പിക്കേണ്ടതാണ്. പക്ഷേ മായ ഒപ്പോസിഷനിലാണ്. അതിനാൽ ആ സന്തോഷവും ഇല്ലാതാകുന്നു. ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ലഹരി ഉണ്ടാകും. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. പിന്നെ മായ മറവിയുണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വികർമ്മമുണ്ടാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഈ സ്മൃതി വന്നു. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റാരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം നമ്മൾ ഓർമ്മിക്കുന്നു അത്രയും ഉയർന്ന പദവി നേടും. പിന്നെ തനിക്ക് സമാനവുമാക്കണം. പ്രജകളെ തയ്യാറാക്കേണ്ടതുണ്ട്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. തീർത്ഥസ്ഥാനങ്ങളിലും ആദ്യം സ്വയം പോകുന്നു. പിന്നെ ബന്ധുമിത്രാദികളെയും മറ്റും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങളും സ്നേഹത്തോടെ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. എല്ലാവരും മനസ്സിലാക്കുകയില്ല. ഒരേ വീട്ടിൽ തന്നെ അച്ഛൻ മനസ്സിലാക്കുകയാണെങ്കിൽ കുട്ടി മനസ്സിലാക്കുകയില്ല. മാതാപിതാക്കൾ എത്ര തന്നെ കുട്ടികളോട് പഴയ ലോകത്തോട് മനസ്സ് ചേർക്കരുത് എന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല. ശല്യം ചെയ്യുന്നു. ആര് ഇവിടുത്തെ തൈയായിരിക്കുമോ അവർ വന്ന് മനസ്സിലാക്കും. ഈ ധർമ്മത്തിൻ്റെ സ്ഥാപനം നോക്കൂ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. മറ്റ് ധർമ്മങ്ങളിൽ ഉള്ളവരുടെ തൈ നടുന്നില്ല. അവരാകട്ടെ മുകളിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഫോളോവേഴ്സും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒന്നാകട്ടെ സ്ഥാപന ചെയ്യുന്നു. പിന്നെ സർവരെയും പാവനമാക്കി കൊണ്ടുപോകുന്നു. അതിനാൽ ആ ഒന്നിനെ സദ്ഗുരു എന്നും ലിബറേറ്റർ എന്നും പറയുന്നു. സത്യമായ ഗുരു ഒന്ന് തന്നെയാണ്. മനുഷ്യന് ആർക്കും തന്നെ സദ്ഗതി ചെയ്യുവാൻ കഴിയില്ല. സദ്ഗതി ദാതാവ് ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ തന്നെയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. ഭാരതത്തെ സത്യഖണ്ഡവും ആ ഒന്ന് തന്നെയാണ് ആക്കുന്നത്. രാവണൻ അസത്യഖണ്ഡമാക്കി മാറ്റുന്നു. ബാബയെക്കുറിച്ചും അസത്യം പറയുന്നു. ദേവതമാരെക്കുറിച്ചും അസത്യം പറയുന്നു. അതിനാൽ ബാബ പറയുന്നു, ഹിയർ നോ ഈവിൾ. ഇതിനെ വേശ്യാലയം എന്ന് പറയുന്നു. സത്യുഗമാണ് ശിവാലയം. മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. അവരാകട്ടെ തൻ്റെ മതമനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. എത്ര അടിവഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അമ്മയെ, പതി സ്ത്രീയെ കൊല്ലുന്നതിന് വൈകുന്നില്ല. പരസ്പരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ അടുക്കൽ വളരെയധികം ധനമുണ്ട് എന്ന് മകൻ കാണുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൊല്ലുന്നതിനും വൈകുന്നില്ല. അതായത് മടിക്കുന്നില്ല. എത്ര മോശമായ ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ എന്തായിക്കൊണ്ടിരിക്കുന്നു? നിങ്ങളുടെ ഈ എയിം ഓബ്ജക്റ്റ് നിൽക്കുന്നു. നിങ്ങൾ കേവലം പറയുകയാണ് ചെയ്തിരുന്നത്, ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന്. വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റൂ എന്ന് പറഞ്ഞിരുന്നില്ല. ഗോഡ് ഫാദർ ആണെങ്കിൽ ഹെവൻ സ്ഥാപിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹെവനിൽ അല്ലാത്തത്? പിന്നെ രാവണൻ നിങ്ങളെ നരകവാസിയാക്കി മാറ്റുന്നു. കൽപ്പത്തിൻ്റെ ആയുസ് 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നതിലൂടെ മറന്നുപോയി. ബാബ പറയുന്നു, നിങ്ങൾ ഹെവൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ചക്രം കറങ്ങി ഹെല്ലിൻ്റെ അധികാരിയായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബ നിങ്ങളെ ഹെവൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. പറയുന്നു,
മധുരമായ ആത്മാക്കളെ, കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. തമോ പ്രധാനമാകുന്നതിന് പകുതി കൽപ്പമെടുത്തു. മുഴുവൻ കൽപ്പവും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കല കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് യാതൊരു കലയുമില്ല. പറയുന്നു, നിർഗുണനായ എന്നിൽ യാതൊരു ഗുണവുമില്ല എന്ന്. ഇതിൻ്റെ അർത്ഥം എത്ര ക്ലിയർ ആണ്. ഇവിടെ പിന്നെ നിർഗുണ ബാലകരുടെ പ്രസ്ഥാനവുമുണ്ട്. ബാലകരിൽ ഒരു ഗുണവുമില്ല. അല്ലെങ്കിൽ ബാലകനെ മഹാത്മാവിനേക്കാൾ ഉയർന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് വികാരങ്ങളുടെയും അറിവില്ല. മഹാത്മാക്കൾക്കാണെങ്കിൽ വികാരങ്ങളുടെ അറിവുണ്ട്. അപ്പോൾ വാക്കും എത്ര തെറ്റായതാണ് പറയുന്നത്. മായ തീർത്തും അൺറൈറ്റിയസ് ആക്കി മാറ്റി, അതായത് ഭ്രഷ്ടാചാരിയാക്കി മാറ്റുന്നു. ഗീത പഠിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്, ഭഗവാൻ വാച്ച കാമം മഹാശത്രുവാണ്. ഇത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. എന്നിട്ടും പവിത്രമാകുന്നതിൽ എത്ര വിഘ്നമിടുന്നു. കുട്ടി വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ എത്ര പിണങ്ങുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. പുഷ്പമാകേണ്ടവർ അല്ലെങ്കിൽ എത്ര തന്നെ മനസ്സിലാക്കിച്ചാലും ഒരിക്കലും അംഗീകരിക്കില്ല. ചിലയിടങ്ങളിൽ നമ്മൾ വിവാഹം കഴിക്കില്ല എന്ന് കുട്ടികൾ പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ എത്ര അത്യാചാരം കാണിക്കുന്നു. ബാബ പറയുന്നു, ജ്ഞാനയജ്ഞം രചിക്കുമ്പോൾ അനേകം പ്രകാരത്തിലെ വിഘ്നങ്ങൾ വരുന്നു. 3 അടി ഭൂമി പോലും തരുന്നില്ല. നിങ്ങൾ കേവലം ബാബയുടെ മതമനുസരിച്ച് ഓർമ്മിച്ച് പവിത്രമാകുന്നു. മറ്റൊരു പ്രയാസവുമില്ല. കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആത്മാക്കളായ നിങ്ങൾ ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നത് പോലെ ബാബയും അവതരിച്ചിരിക്കുന്നു. പിന്നെ കൂർമ്മ അവതാരവും മത്സ്യ അവതാരവും എങ്ങനെ സാധ്യമാകും? എത്ര അപകീർത്തി ചെയ്യുന്നു. പറയുന്നു, കല്ലുകളിലും ഭഗവാനുണ്ട് എന്ന്. ബാബു പറയുന്നു, എൻ്റെയും ദേവതമാരുടെയും ഗ്ലാനി ചെയ്യുന്നു. എനിക്ക് വരേണ്ടി വരുന്നു. വന്ന് നിങ്ങൾ കുട്ടികൾക്ക് വീണ്ടും സമ്പത്ത് നൽകുന്നു. ഞാൻ സമ്പത്ത് നൽകുന്നു, രാവണൻ ശാപം നൽകുന്നു. ഇത് കളിയാണ്. ആരാണോ ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തത് അപ്പോൾ മനസ്സിലാക്കുന്നു ഇവരുടെ ഭാഗ്യം ഇത്രയും ഉയർന്നതല്ല എന്ന്. ഭാഗ്യമുള്ളവർ അതിരാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കും, ബാബയോട് സംസാരിക്കും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കും. എങ്കിൽ വികർമ്മം വിനാശമാകും, സന്തോഷത്തിൻ്റെ രസവും കയറും. ആരാണോ പാസ് വിത്ത് ഓണർ ആകുന്നത് അവർക്ക് തന്നെയാണ് രാജപദത്തിന് യോഗ്യരാകുവാൻ സാധിക്കുന്നത്. കേവലം ഒരു ലക്ഷ്മി നാരായണൻ മാത്രമല്ല രാജ്യം ഭരിക്കുന്നത്, ഡിനാസ്റ്റിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ എത്ര സ്വച്ഛബുദ്ധിയാകുന്നു. ഇതിനെ സത്സംഗം എന്ന് പറയുന്നു. സത്സംഗം ഒന്നേ ഉള്ളൂ. ബാബ സത്യം സത്യമായ നോളജ് നൽകി സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. കൽപ്പത്തിൻ്റെ സംഗമത്തിൽ തന്നെയാണ് സത്യത്തിൻ്റെ സംഘം ലഭിക്കുന്നത്. സ്വർഗത്തിൽ യാതൊരു പ്രകാരത്തിലുമുള്ള സത്സംഗവും ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ആത്മീയ സൽവേഷൻ ആർമിയാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ തോണി മറുതീരത്ത് എത്തിക്കുന്നു. നിങ്ങളെ സാൽവേജ് ചെയ്യുന്നവൻ, ശ്രീമത്ത് നൽകുന്നവൻ ബാബയാണ്. നിങ്ങളുടെ മഹിമ വളരെ വലുതാണ്. ബാബയുടെ മഹിമയും ഭാരതത്തിൻ്റെ മഹിമയും അപരമപാരമാണ്. കുട്ടികളായ നിങ്ങളുടെയും മഹിമ അപരമപാരമാണ്. നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. ഞാനാകട്ടെ കേവലം ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. നിങ്ങൾക്ക് ഡബിൾ പൂജയും ഉണ്ടാകുന്നു. ഡബിൾ പൂജ നടക്കുവാനായി ഞാനാണെങ്കിൽ ദേവതയാകുന്നില്ല. നിങ്ങളിലും നമ്പർ വാറായാണ് മനസ്സിലാക്കുന്നതും സന്തോഷത്തിൽ വന്ന് പുരുഷാർത്ഥം ചെയ്യുന്നതും. പഠനത്തിൽ എത്ര വ്യത്യാസമാണ്. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം നടക്കുന്നു. അവിടെ മന്ത്രി ഉണ്ടായിരിക്കുന്നില്ല.
ഭഗവാൻ ഭഗവതി എന്ന് ആരെയാണോ പറയുന്നത് ആ ലക്ഷ്മി നാരായണന്മാർ അവിടെ പിന്നെ മന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിക്കുമോ? സ്വയം പതീത രാജാക്കന്മാർ ആകുമ്പോഴാണ് പിന്നെ മന്ത്രിയെ മറ്റും വെക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. ജ്ഞാനം കേവലം ആത്മീയ പിതാവാണ് പഠിപ്പിക്കുന്നത്. മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പതീത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓർമ്മയോടൊപ്പം തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവയും ചെയ്യണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സർവർക്കും സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യാകണം. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. ആ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ആ ഒന്ന് നമുക്ക് കാരുണ്യ ഖജനാവ് നൽകുന്നു. ഈ സന്തോഷത്തിൽ ഇരിക്കണം. വരദാനം: ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ഫലദായകം ആക്കുന്ന ആത്മീയ പ്രഭാവശാലിയായി ഭവിക്കട്ടെ. ആരുമായും സമ്പർക്കത്തിൽ വരുമ്പോഴെല്ലാം അവരെ പ്രതി മനസ്സിൻ്റെ ഭാവന സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും മംഗളത്തിൻ്റെയും പ്രഭാവശാലി ആയിരിക്കണം. ഓരോ വാക്കും ആർക്കും ധൈര്യവും ഉത്സാഹവും നൽകുന്നതിൻ്റെ പ്രഭാവശാലി ആയിരിക്കണം. സാധാരണ സംസാരങ്ങളിൽ സമയം പോകരുത്. ഇതേപോലെ തന്നെ ഓരോ കർമ്മവും ഫലദായകം ആകണം. സ്വയം പ്രതിയായാലും മറ്റുള്ളവരെ പ്രതിയായാലും പരസ്പരവും ഓരോ രൂപത്തിലും പ്രഭാവശാലിയാകൂ. സേവനത്തിൽ ആത്മീയ പ്രഭാവശാലിയാകൂ. അപ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് നിമിത്തമാകാൻ സാധിക്കും. സ്ലോഗൻ: താങ്കളുടെ കിരണങ്ങൾ വിശ്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും വിധം ശുഭചിന്തകമണിയാകൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. സമയമനുസരിച്ച് ശീതളതയുടെ ശക്തിയിലൂടെ ഓരോ പരിതസ്ഥിതിയിലും തൻ്റെ സങ്കല്പങ്ങളുടെ ഗതിയെയും വാക്കിനെയും ശീതളവും ക്ഷമയുള്ളതും ആക്കി മാറ്റൂ. അഥവാ സങ്കല്പത്തിൻ്റെ സ്പീഡ് ഫാസ്റ്റായിരിക്കുകയാണെങ്കിൽ വളരെയധികം സമയം വ്യർത്ഥമായി പോകും. കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ശീതളതയുടെ ശക്തി ധാരണ ചെയ്യൂ. അപ്പോൾ വ്യർത്ഥത്തിൽ നിന്നും സുരക്ഷിതമാകും. ഇത് എന്തുകൊണ്ട്, എന്ത്, ഇങ്ങനെയല്ല, അങ്ങനെ, ഈ വ്യർത്ഥത്തിൻ്റെ ഫാസ്റ്റ് ഗതിയിൽ നിന്നും മുക്തമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ്. ഒരു അവിനാശി ഊർജമായ എൻ്റെ നിജസ്വരൂപത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ. എൻ്റെ ഈ ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ ശാന്ത സ്വരൂപ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്.
എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ സങ്കൽപ്പ ശക്തിയിലൂടെ ഞാൻ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ നക്ഷത്രമായി വേറിട്ട് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ബ്രഹ്മലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സർവത്ര ശാന്തി നിറഞ്ഞ, സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ ഈ ദിവ്യഗ്രഹത്തിൽ ഞാൻ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദിവ്യമായ സ്നേഹത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നെ സ്പർശിക്കുകയാണ്. എൻ്റെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ബാബയുടെ സമീപത്തേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നു. പരമാത്മാ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ പരമശക്തിയിൽ നിന്നും പ്രവഹിക്കുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാനിപ്പോൾ ബാബയുടെ സർവശക്തി സ്വരൂപം അനുഭവിക്കുകയാണ്. സർവശക്തിവാനായ പരമാത്മാവിൽ നിന്നും സമസ്ത ശക്തികളുടെയും അത്ഭുത കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ അജ്ഞാനകാലത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാവുകയാണ്. ഞാൻ ഭാരരഹിതമാവുകയാണ്.
സർവപ്രഭാവമുക്തമായ സാക്ഷിഭാവം ഞാൻ ധാരണ ചെയ്യുന്നു. പരമാത്മാ സ്നേഹവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഈ ഉന്നതമായ സ്ഥിതി കൈവരിച്ച് എൻ്റെ കർമ്മക്ഷേത്രമായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മടങ്ങി വന്ന് ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.